കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ഒരു കിടിലം ട്രെയിനാണിത്. തീർച്ചയായും കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിനാണിത്. ട്രെയിനിൽ വേളാങ്കണ്ണി ദർശനത്തിന് പോകുന്നവർ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ടിക്കറ്റ് ചാർജ്, ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ്, സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വിവരണമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് എന്ന് സഹായിക്കണേ ഫ്രണ്ട്സ്. ഇത് ട്രെയിൻ നമ്പർ 16361 വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ തിങ്കളാഴ്ചയും ശനിയാഴ്ചകളിലുമായി മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും. എറണാകുളം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ എറണാകുളം സൗത്ത് സ്റ്റേഷനാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറയുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന ട്രെയിൻ 689 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തൊട്ടടുത്ത ദിവസം വെളുപ്പിനെ 5:40 നമ്മുടെ വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിൻ കേരളത്തിലെ സ്റ്റോപ്പുകൾ എവിടേക്കാണെന്നൊന്നും ഞാൻ പറയാം, മുഴുവൻ പറയുന്നില്ല, പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. നമുക്ക് കേരളത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന ട്രെയിൻ 1:50 കോട്ടയത്തെത്തും. പിന്നെ കോട്ടയത്താണ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ 2:15 ചങ്ങനാശ്ശേരി, 2:20 തിരുവല്ല, 2:30 ചെങ്ങന്നൂർ, 2:45 മാവേലിക്കര, 2:55 കായംകുളം ജംഗ്ഷൻ, 3:15 കരുനാഗപ്പള്ളി, 3:30 ശാസ്താംകോട്ട, 4:30 കൊല്ലം ജംഗ്ഷൻ, 5 മണിക്ക് കുണ്ടറ, 5:10 കൊട്ടാരക്കര, 5:20 ആവണീശ്വരം, 5:40 പുനലൂര്, 6:30 തെന്മല, രാത്രി 7:40 സെങ്കോട്ടെ. അപ്പോൾ 6:30 തെന്മല എത്തിക്കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞു, പിന്നീട് തമിഴ്നാട് തുടങ്ങുകയാണ്. ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ കേരളത്തിൽ എത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തുന്ന സമയവും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, ഈ ഒരു ട്രെയിനിൽ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. ട്രെയിനിൻ്റെ മുൻഭാഗത്ത് 2, പിൻഭാഗത്ത് 2 അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് 4 എണ്ണം UR എന്ന് നമുക്ക് ട്രെയിനിൻ്റെ ബോഗിയിൽ കാണാനായി സാധിക്കും. പിന്നുള്ളത് സ്ലീപ്പർ കോച്ചസ് ആണ്. അത് 8 എണ്ണം ഉണ്ട്. S1 മുതൽ S8 വരെയാണ്. AC കോച്ചസ് വരുന്നത് 4 എണ്ണമാണ്. അത് തേർഡ് AC 3 എണ്ണം ഉണ്ട്. B1 മുതൽ B3 വരെയും. സെക്കൻഡ് AC വരുന്നത് 1 എണ്ണമാണ്. ഓക്കെ, അത് A1 എന്ന് നമുക്ക് കാണാനായി സാധിക്കും. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 162 ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയായിട്ടും തിരിച്ചും സർവീസ് ഉണ്ട്. അത് നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്നും വൈകുന്നേരം 6:40 ആരംഭിച്ചു കഴിഞ്ഞാൽ തൊട്ട് അടുത്ത ദിവസം രാവിലെ 11:50 എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഓക്കെ, ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും വേളാങ്കണ്ണി വരെ ജനറലിന് 230 രൂപയും സ്ലീപ്പറിന് 400 രൂപയും തേർഡ് ACക്ക് 1050 രൂപയും സെക്കൻഡ് ACക്ക് 1485 രൂപയുമാണ്. അപ്പം നിങ്ങൾക്ക് മുൻകൂട്ടി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാനാണെങ്കിൽ അങ്ങനെയും പോകാം. അതല്ല ഇനി ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി പോകാനാണെങ്കിൽ അങ്ങനെയും പോകാം. ഇനിയിപ്പം തിങ്കളാഴ്ച നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വേളാങ്കണ്ണിയിൽ ചൊവ്വാഴ്ച എത്തിയിട്ട് രാവിലെ അമ്മയുടെ ദർശനവും കാര്യങ്ങളും അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അന്ന് തന്നെ വൈകിട്ട് ചൊവ്വാഴ്ച തിരിച്ച് ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഈ ട്രെയിൻ പിടിച്ച് നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം. അതൊരു പ്ലാനാണ്. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ദിവസമാണ് നിങ്ങൾ വേളാങ്കണ്ണി യാത്ര പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് മറ്റൊരു ട്രെയിനാണ് നമ്മുടെ കാരയ്ക്കൽ എക്സ്പ്രസ്. അതും ഇതേ കണക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ്. പക്ഷേ അത് നാഗപട്ടണത്താണ് സ്റ്റോപ്പ് ഉള്ളത്. ഡയറക്റ്റ് വേളാങ്കണ്ണിയിലേക്ക് സ്റ്റോപ്പില്ല. പക്ഷേ അത് എല്ലാ ദിവസവും അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് ട്രെയിൻ. അപ്പോൾ എറണാകുളത്ത് നിന്ന് നാഗപട്ടണം എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങി നാഗപട്ടണത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വേളാങ്കണ്ണിയിലേക്ക്. ഒന്നെങ്കിൽ ആ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു ട്രെയിൻ പിടിച്ച് നിങ്ങൾക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകാം, ഇല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങി ബസ് മാർഗം നിങ്ങൾക്ക് വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നതാണ്. നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഡയറക്റ്റ് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വേളാങ്കണ്ണി എക്സ്പ്രസ്. ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ 2 ദിവസമാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉള്ളത്. ഭാവിയിൽ അതൊരു 4, 3, 5 ദിവസമൊക്കെ ആക്കിയാൽ അത്രയും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് നമ്മുടെ ആഴ്ചയിൽ 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൺഫേം തന്നെയാണ്. കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള നമ്മുടെ ഭാരതത്തിലെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണിയിലേക്ക് ഡയറക്റ്റ് നമുക്കൊരു ട്രെയിൻ കിട്ടിയതിന് ഇന്ത്യൻ റെയിൽവേയോട് നമ്മളെന്നും കടപ്പെട്ടിരിക്കുന്നു. ഭാവിയിൽ ഇനിയും ഇതുപോലത്തുള്ള നല്ല നല്ല ട്രെയിനുകൾ നമുക്ക് കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നുപോലെ. മറ്റൊരു വീഡിയോയും മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.